മത്സരം ചിത്രം വ്യക്തമായതോടുകൂടി ഇത് പാലക്കാടൊന്നുമല്ല, മറ്റു പല മണ്ഡലങ്ങളിലും BJP വളരെ ശക്തമായ മത്സരം മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മഞ്ചേശ്വരത്ത് നല്ല മത്സരമുണ്ട്, കാസർഗോഡുണ്ട്, പാലക്കാടുണ്ട്. പാലക്കാട് ജില്ലയിൽ തന്നെ മലമ്പുഴയിൽ BJP ശക്തമായ മുന്നേറ്റം നടത്തുന്നതായിട്ട് പറയുന്നുണ്ട്. തൃശ്ശൂർ മണ്ഡലത്തിലുണ്ട്. അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ചാത്തന്നൂർ മണ്ഡലത്തിൽ, കൊല്ലം ചാത്തന്നൂർ മണ്ഡലത്തിലുണ്ട്, ആറന്മുളയിലുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവിൽ അത്ര ഇല്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഈ BJPയും CPM തമ്മിൽ ഡീലുണ്ടെങ്കിൽ ഈ ഒന്നോ രണ്ടോ പാലക്കാടിന്റെ മഞ്ചേശ്വരത്തിന്റെ കാര്യം മാറ്റിവെച്ചാൽ ബാക്കി BJP ശക്തമായ മത്സരം കൊടുക്കുന്ന മണ്ഡലങ്ങളെല്ലാം നഷ്ടപ്പെടുകയാണെങ്കിൽ ഇടതുമുന്നണിയുടെ സീറ്റുകളായിരിക്കും. ഇടതുപക്ഷത്തിന് നഷ്ടമുണ്ടോ, UDF നഷ്ടമുണ്ടോ എന്ന് ഇത്തവണ BJP നോക്കുന്നില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ നോക്കുന്നുണ്ടെന്ന സംശയമാണ്. കാരണം നമുക്കറിയാം ഇത്തവണ BJP സംബന്ധിച്ച് വളരെ ആശ്വാസകരമായ ഒരു തെരഞ്ഞെടുപ്പ് സെനാരിയാണ് ഉണ്ടായി വന്നിരിക്കുന്നത്. സാധാരണഗതിയിൽ BJP നേമത്ത് അല്ലെങ്കിൽ മഞ്ചേശ്വരത്ത്, അപ്പോൾ അവിടെ അവിടെ BJP ഒരു ഘട്ടത്തിൽ വിജയിക്കാൻ പോകുന്നു എന്ന് കണ്ടാൽ സ്വാഭാവികമായിട്ടും മറ്റ് രണ്ട് മുന്നണികളുടെ ക്രോസ് വോട്ടിങ്ങും അവരുടെ അഡ്ജസ്റ്റ്മെന്റും ഒക്കെയാണ് നടക്കുന്നത്. ഇപ്പൊ നമുക്ക് BJP വളർന്ന് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാലെങ്കിലും ചവിട്ടി നിൽക്കാം എന്നുള്ള സ്റ്റേജിലേക്ക് കേരള രാഷ്ട്രത്തിൽ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തവണ എങ്ങനെ ക്രോസ് വോട്ടിംഗ് നടക്കും, എങ്ങനെ ഡീൽ ഉണ്ടാക്കും? കാരണം എത്ര ഈ ക്രോസ് വോട്ടിങ്ങിനെ മറികടന്ന് BJPക്ക് സ്വന്തം നിലയിൽ ജയിച്ചു വരാൻ കഴിയും. ഇത്തവണ ക്രോസ് വോട്ടിങ്ങിന് LDFും UDFും BJP തടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവരുടെ ശക്തിയാണ് ക്ഷയിക്കാൻ പോകുന്നത്. അപ്പോൾ BJPക്കെതിരെ ഈ ആരോപണങ്ങളൊക്കെ നേരത്തെ ഉന്നയിക്കപ്പെട്ടിരുന്നു, വോട്ട് വിറ്റു എന്നൊക്കെ. ആ സമയത്ത് ഓരോ മണ്ഡലങ്ങളും BJPക്ക് 10,000-ന് മുകളിൽ പോലും വോട്ടില്ല. 6,000 2,000 വോട്ടൊക്കെയാണ്. ഒരു പക്ഷേ ചിലപ്പോൾ അതിൽ ഒന്നോ രണ്ടോ നേതാക്കൾ പറയുന്നത് കേട്ടിട്ട് അല്ലെങ്കിൽ അവർക്ക് ചേഞ്ച് ചെയ്യാം, വോട്ട് ചേഞ്ച് ചെയ്യാൻ, പാറ്റേൺ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇന്നിപ്പോൾ 30,000-നും 40,000 ഒക്കെ വോട്ട് ഷെയർ ഉള്ള ഒരു പാർട്ടിയായി ഓരോ മണ്ഡലത്തിലും BJP മാറിയിരിക്കുന്നു. അപ്പോൾ അവിടെ ഈ പറയുന്ന ഡീൽ ഉണ്ടാക്കിയാൽ BJPക്കാരോട് വോട്ട് അങ്ങോട്ട് മാറ്റി കൊടുക്കാൻ പറയും. അങ്ങനെയല്ല, ഇത്തവണ എനിക്ക് തോന്നുന്നത് കൃത്യമായ സ്ട്രാറ്റജിയാണ് BJP നടപ്പാക്കിയിരിക്കുന്നത്. അവർ ജയിക്കാൻ സാധ്യതയുള്ള കുറച്ച് മണ്ഡലങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നു. ആ മണ്ഡലങ്ങളിൽ കൃത്യമായ സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ചിരിക്കുന്നു. അവിടെ മാക്സിമം ജയിക്കുക തന്നെ എന്ന രീതിയിലുള്ള പ്രചരണമാണ് ഇപ്പോൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ കൂടുതൽ ഇപ്പോൾ 2020-ക്ക് ചില മണ്ഡലങ്ങൾ, പ്രധാനപ്പെട്ട മണ്ഡലങ്ങളൊക്കെ കൊടുത്തു. അവിടെ ഒരു പക്ഷേ വിന്നബിലിറ്റി ഇല്ലാത്ത മണ്ഡലങ്ങളായിരിക്കണം. ആവശ്യത്തെ കഴിഞ്ഞ തവണ സുരേന്ദ്രൻ 2 മണ്ഡലങ്ങളിലാണ് മത്സരിച്ചത്. ആ സമയത്തും ഏതാണ്ട് 1700 സംതിങ് വോട്ടിനാണ് അവിടെ പരാജയപ്പെട്ടത്. മാത്രമല്ല ഇങ്ങോട്ട് വരുമ്പോൾ ഇപ്പോൾ പുതിയൊരു മണ്ഡലം, അപ്പോൾ അപ്രതീക്ഷിതമായി തൃശ്ശൂർ മണ്ഡലം, അവിടെ പത്മജ വേണുഗോപാൽ ഒരുപാട് മുന്നിലേക്ക് എത്തി എന്നുള്ള റിപ്പോർട്ടുകളാണ് അവിടെ നിന്ന് വരുന്നത്. മലമ്പുഴയിൽ കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്തായിരുന്നു, ഇത്തവണ അത് 1ാം സ്ഥാനത്തേക്ക് വരുമെന്നാണ് ഇപ്പോൾ BJP കണക്കുകൂട്ടുന്നത്. ചാത്തന്നൂരിൽ അവർക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. അവിടെ അവർ പറയുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ, അനന്തം പറയുന്ന പ്രശ്നം അത് ഈ ക്രോസ് വോട്ടിംഗ് അല്ലെങ്കിൽ അങ്ങോട്ട് കച്ചവടം ചെയ്യുന്നതിനപ്പുറം ആ വോട്ടുകളെ പിടിച്ചെടുക്കാൻ ഒരു ജൈവികമായ വളർച്ച ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒന്ന്, പഴയ അളവുകോൽ കൊണ്ട് ഇപ്പോൾ BJP കേരളത്തിലെ രാഷ്ട്രീയത്തിൽ അളക്കാൻ കഴിയില്ല. കാരണം വർഗീയ പാർട്ടി എന്ന പേരിലായിരുന്നു മാറ്റി നിർത്തിയിരുന്നതെങ്കിൽ ഇന്ന് കേന്ദ്ര സർക്കാരൊക്കെ വന്നതിന് ശേഷം, കഴിഞ്ഞ 3 തവണയായിട്ട് അവിടെ BJP ആണല്ലോ ഭരിക്കുന്നത്. അതിനുശേഷം കേരളത്തിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പായിട്ട് BJP മുന്നോട്ട് വെക്കുന്നത് വികസിത കേരളം എന്നുള്ള മുദ്രാവാക്യമാണ്. CPM-നെതിരെ BJPക്കെതിരെ CPM BJP ഡീൽ എന്ന് UDF ആരോപിക്കുന്നത് പോലെ ഈ ക്രോസ് വോട്ടിങ്ങിലൂടെ എന്ന് പറയുന്ന മാർഷൽ പറയുന്നതിലൂടെ BJPയും UDFും തമ്മിൽ ഡീൽ ഉണ്ടെന്നുള്ള തിരിച്ചാരോപണം. ഈ ഇത്തരം ആരോപണങ്ങൾക്കപ്പുറം യഥാർത്ഥത്തിൽ BJP ഗെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം തമ്മിലടിക്കുന്നു. അതിൽ ശ്രദ്ധിക്കാതെ ഇപ്പുറത്ത് BJP അവരുടെ രണ്ട് കൂട്ടരുടെയും BJP ഇത്തരത്തിൽ വളരുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ എത്ര മണ്ഡലങ്ങളിൽ വിജയത്തിലേക്ക് എത്തും എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല.